ഹലോ, ഒരു 4-5 ദിവസത്തെ യാത്ര നമുക്കൊരൊറ്റ വീഡിയോയിൽ കണ്ടാലോ? എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ പോകുന്നത് ആലുവയിലേക്കാണ്. ആലുവ മണപ്പുറം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് അങ്ങോട്ടേക്കല്ല, പക്ഷേ അതിന് തൊട്ടടുത്തുള്ള വിഷ്ണുവാട്ടൻ്റെ വീട്ടിലേക്കാണ്. വിഷ്ണുവാട്ടൻ എന്ന് പറയുന്നത് തേസിൻ്റെ കൊളീഗായിരുന്നു പിന്നെ TCSൽ വർക്ക് ചെയ്യുമ്പം. പക്ഷേ അതിലുപരി ഒരു സഹോദര ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും വിഷ്ണുവാട്ടൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ടും ഭയങ്കര കണക്റ്റഡ് ആണ്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയപാട് പോയതായതുകൊണ്ട് തന്നെ നമ്മൾ കാറിൽ നിന്നായിരുന്നു ബാക്കി ഒരു ഫേസ് ക്രീം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ നമ്മൾ മസാല ദോശയും കോഫിയും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബെസ്റ്റ് കടയായിരുന്നു. അതുപോലെ തന്നെ സർവീസും കൊള്ളാം, എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉച്ചയാവുന്നതോടുകൂടി നേരെ വിഷ്ണുവാട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവാട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് തോട്ടക്കാട്ടുകരയായിരുന്നു. അത് നമുക്ക് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഈ ചതിക്കാത്ത എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ഞാനിങ്ങനെ തേസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പം ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന്. നമ്മൾ നേരെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവരവിടെ ഇങ്ങനെ ക്രിസ്മസ് കൂട് പോലെ അവിടെ ഇങ്ങനെ എന്താ പറയുക, അവിടെ തന്നെ കുറച്ച് ദിവസം മുന്നേ 2 ആഴ്ച മുന്നേ ഒക്കെ ചെടികളൊക്കെ വളർത്തിയിട്ട് ഒരു പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആലുവ മണപ്പുറത്തേക്കും പോയി. ഞാൻ ഈ പേര് കേട്ടപ്പോൾ എൻ്റെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു. ഞാൻ അവിടെ വേറെ എന്തൊക്കെയോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് കാടും ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള പിന്നെ ഒരു പുഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ആൾക്കാർ സ്വിമ്മിങ് പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഞാനൊന്ന് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. കാരണം നല്ല ടയേർഡായിരുന്നു. മോർണിംഗ് തന്നെ നമ്മൾ ഇറങ്ങിയുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. ഉറക്ക ക്ഷീണം നല്ലതുകൊണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ആയപ്പം നമ്മൾ പഴന്തോട് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയി. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫെസ്റ്റൊക്കെ കാണുന്നത്. കാരണം നമ്മളിങ്ങോട്ടേക്കൊന്നും ഫെസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക, കുറച്ച് കളിക്കുന്ന സാധനങ്ങളും കുട്ടികളുടെ കുറച്ച് പ്ലേയിങ് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരിക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫുൾ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നക്ഷത്രങ്ങൾ കൊണ്ട് ഒരു നക്ഷത്ര തടാകം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ആൾക്കാരായിരുന്നു. എല്ലാവരും ഫാമിലീസ് ആയിട്ടാണ് കൂടുതൽ അവിടെ വന്നിട്ട് കണ്ടത്. രണ്ട് വീട്ടിൽ നിന്നായാലും വീട്ടിലിവരെ കൂടാതെ കസിൻസും അങ്കിളും ആൻറ്റിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും അവരെല്ലാവരും പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം വാവേൻ്റെ ഓരോരോ കളികളും ആൾക്ക് ഓരോന്നിന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കയറാനൊക്കെ സാധിച്ചു. പിന്നെ ഈ ഒരു ആകാശത്തൊട്ടിൽ കയറണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തേസ് പറഞ്ഞു അത്ര സേഫ്റ്റി അല്ല, അതുകൊണ്ട് കയറണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറാതിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ കയറണമെന്ന്. ഏതൊരു ഫെസ്റ്റിന് പോയാലും ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇതിലൊക്കെ ഒന്ന് കയറുക എന്നുള്ളത്. പക്ഷെ നമുക്കറിയില്ലല്ലോ എത്രത്തോളം സേഫ്റ്റി ഉണ്ടാവുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് അതിലൊന്നും കയറാൻ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ തിരിച്ചു വന്നു. അധികം നേരം ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.5 അവർ മാത്രമായിരുന്നു നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും വാവയും കൂടി കുറച്ചും കൂടി കമ്പനിയായി. വാവ ഭയങ്കര കമ്പനി തന്നെയാണ്. ഫസ്റ്റ് തൊട്ടേ നമ്മളോട് അങ്ങനെ നമ്മളടുത്ത് വരാതിരിക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മളോട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാവേനെ കാണാനാണ് മെയിനായിട്ട് നമ്മളവിടെ പോയെന്ന് പറയുന്നത് തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ചപ്പോൾ തന്നെ കാണേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വാവേനെ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ മാത്രം ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വിഷ്ണുവേട്ടൻ്റെ അനിയ ഹരിയും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും തേജസും. വിഷ്ണുവേട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പാതിരാക്കോഴിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് മസാല ഷവായി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പ്രാവശ്യം അവിടെ പോയി ട്രൈ ചെയ്ത് നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ഹലോ, അങ്ങനത്തെ പേര് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ രാവിലെ 7 മണി 7:30 ആകുമ്പം അവരിൽ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്ക് ആൻറ്റിയും ചേച്ചിയൊക്കെ അവിടെ ഫുഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. വാവ വരുമ്പം ഫ്ലൈങ് കിസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല വാവേൻ്റെ എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഗുരുവായൂരേക്ക് പോകാൻ വേണ്ടി മാപ്പ് ഇട്ടു. അവിടുന്ന് ഒരു 1.5 അവർ 2 hours ആണ് മാക്സിമം ഉള്ളത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക്. അപ്പം ഈ ഒരു വരവിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് വാവേനെ കാണാം, പിന്നെ ഒന്ന് അമ്പലത്തിൽ പോകുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി. അവിടെ അമ്പലത്തിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 11 മണി 11:15 ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. 9 മണി 9:30 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി നേരെ വണ്ടിയൊക്കെ
പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ക്യൂ നിൽക്കാൻ വേണ്ടി പോയി. ക്യൂ പിന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഒരുപാട് ദൂരെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ കുറേ കഴിഞ്ഞ് ക്യൂ ഒക്കെ പോയി നിന്നു. അവിടുന്ന് പോയി നിന്നതിന് മുന്നേ ഞാനൊന്ന് മുമ്പിൽ പോയി, അതായത് നമ്മുടെ പ്രതിഷ്ഠേൻ്റെ ഫ്രണ്ടിലുണ്ടാവില്ലേ, അപ്പോൾ അവിടെ നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഏസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എന്തിനാണ് ഇപ്പം പോയി പ്രാർത്ഥിക്കുക, നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറുമല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പുറത്തുനിന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയം കൊണ്ട് തന്നെ ക്യൂ ഒരു 10-20 ആളെ ഇടയ്ക്ക് കയറിയിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫോണൊന്നും ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഒരുപാട് സമയത്തിന് ശേഷം അങ്ങ് എത്തിയ സമയത്താണ് നമ്മൾ വേഗം വന്നിട്ട് ക്ലോക്ക് റൂമിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്, ഫോണും കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ദർശനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ടയേർഡായിട്ടാണ് നമ്മൾ രണ്ടാൾക്ക് തല ഇറങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ വന്ന് കോഫി ഹൗസിൽ നിന്ന്, എൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കോഫി ഹൗസിൽ നിന്ന് ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടിയത്. എന്തായാലും ദർശനം കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് തന്നെ പോയി. അതിൻ്റെ പുറത്ത് കുറേ നേരം ഇരുന്നു. ആദ്യമായിട്ടാണ് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് ഇത്രയും സമയം നമുക്കിങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെ കുറേ നേരം ആ നടയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റി. ഫോണൊക്കെ നോക്കിയിട്ടാണെങ്കിലും കുറേ നേരം തന്നെ അവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി ആവുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ എവിടെ നിൽക്കണം, ഇവിടുന്ന് നമുക്ക് എന്തായാലും പിറ്റേ ദിവസം കോഴിക്കോടേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മളിവിടെ സ്റ്റേ ചെയ്യണോ, ഇനി കോഴിക്കോട് പോയി റൂം എടുക്കണോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. അവസാനം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അമ്പലത്തിലെ തിരക്ക് കണ്ടപ്പം ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഹോട്ടൽ റൂംസ് എല്ലാം ഫുൾ ബുക്ക്ഡ് ആണ് എന്നൊക്കെ. അവസാനം നമുക്ക് അവരുടെ ദേവസ്വം വകേനുള്ള ഈ ഒരു പാഞ്ചജന്യം അവിടെയുള്ള സ്ഥലത്ത് നമുക്കൊരു എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ തന്നെ നമുക്ക് അവിടെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സത്യം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഏട്ടൻ നടന്നു പോകുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചാണ് അങ്ങനെ റൂം ഉണ്ടോ എന്ന്. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ദേവസ്വത്തിൻ്റെ വക ഉണ്ട്, ഇന്ന് തിരക്ക് കുറവാണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല, ചിലപ്പം അമ്പലത്തിൽ മാത്രമായിരുന്നു അന്ന് അത്രയും തിരക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി. ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ നോൺ വെജ് ഒക്കെ കഴിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പിറ്റേ ദിവസം എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതും എൻ്റെ ലൈഫിൽ ആദ്യത്തെ പ്രാവശ്യമാണ്. കാരണം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും തലേന്നും അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ പൊലച്ചക്കും ഗുരുവായൂരപ്പനെ കാണും എന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് കോഴിക്കോടൊക്കെ കുറച്ച് രാവിലെ എത്തേണ്ടതുകൊണ്ട് നമ്മൾ പിന്നെ ക്യൂ ഒക്കെ നിന്ന് അവിടെ തൊഴാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ സമയത്ത് എത്താൻ കഴിയില്ല. പിന്നെ ഈ ഒരു പഞ്ചജന്യം റെസ്റ്റ് ഹൗസ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ നമുക്ക് നല്ല റൂം തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് മമ്മിയൂർ അമ്പലത്തിൻ്റെ മുമ്പിലേക്കൂടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഉള്ളിലൊന്നും കയറി പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. കാരണം നമുക്ക് ഒരാൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. ഷജീബ് എന്തായാലും നാട്ടിലേക്കല്ല കോഴിക്കോടേക്ക് വരുന്നുണ്ട്. കാരണം കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഒരു കല്യാണം കൂടിയുണ്ട്. അപ്പം അത് കൂടാൻ വേണ്ടി ഷജീബ് വരുന്നതുകൊണ്ട് തന്നെ അവനെയും പിക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ വരുന്ന വഴിക്ക് പഴയിടം രുചിയെന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫുഡ് തിരക്കേടില്ലാത്ത ഫുഡായിരുന്നു. അങ്ങനെ അടിപൊളി എന്നൊന്നും പറയാനില്ല, ആവറേജ് ഫുഡ്, കൊള്ളാം അത്ര തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്രൈവ് ചെയ്ത് കോഴിക്കോടേക്ക് വരാൻ വേണ്ടിയിട്ട്. ആ വരുന്ന റൂട്ടും അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ല റൂട്ടാണ്. ചിലത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഹൈവേ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ നേരെ കോഴിക്കോട് എത്തി. കോഴിക്കോട് എന്തായാലും നമ്മുടെ കല്യാണ ചെറുക്കൻ അബിൻ നമുക്ക് നിൽക്കാനുള്ള ഒരു നല്ലൊരു അടിപൊളി സ്ഥലം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വീടിനെ അവർ എന്താ പറയുക റിന്യൂ ചെയ്തിട്ട് ഒരുപാട് നല്ല രീതിയിലേക്ക് ആക്കി മാറ്റി. നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വേഗം തന്നെ പോയി വീഡിയോ എടുക്കായിരുന്നു. കാരണം എനിക്ക് അന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് പിന്നെ ബസ് പിടിക്കണം. അപ്പം അതിൻ്റെ അകത്ത് അവർ നല്ല രീതിയിൽ പിക്ചേഴ്സും കാര്യങ്ങളും റൂംസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പണ്ടത്തെ നമ്മുടെ ഒരു മണിച്ചിത്രത്താഴ് വൈബൊക്കെ തോന്നില്ലേ, ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബസ് കയറാൻ വേണ്ടി വന്നു. തേജസ് എന്നെ യാത്രയൊക്കെ അയച്ച് അവൻ നേരെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ അങ്ങനെ നേരെ ബസ്സൊക്കെ പിടിച്ച് നമ്മളെ നാട്ടിലെത്തി. പിറ്റേ ദിവസം മോർണിംഗ് ഞാൻ വീണ്ടും കോഴിക്കോടേക്ക് പോയി കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നേരെ കല്യാണമൊക്കെ കൂടി അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ കണ്ണൂരേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ വരുന്ന വഴിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മുഴപ്പിലങ്ങാട് ബീച്ചിലൊക്കെ പോയി. പക്ഷെ അവിടെ പോകണ്ടായിരുന്നു തോന്നിപ്പോയി, കാരണം അത്രയും ബ്ലോക്കായിരുന്നു അവിടെ. പിന്നെ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു 4 ദിവസത്തെ ഒരു അടിപൊളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പായ്ച്ചിലുള്ള ഒരു ട്രിപ്പായിരുന്നു. ഇനി നമുക്ക് വേറൊരു യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.